പോഷക സമൃദ്ധമായ ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. ആ പൈനാപ്പിളിൽ പലവിധ ഗുണങ്ങളുണ്ട്. ആസ്പിരിൻ്റെ ഗുണം, അതിന് മാത്രമല്ല പിന്നെ ഒരു പെയിൻ കില്ലറാണ് പൈനാപ്പിള്. ആസ്പിരിൻ്റെ ഗുണമുണ്ട്. അതുപോലെ ബ്ലോക്കുകളൊക്കെ മാറ്റാനുള്ള ഒരു ജോലി കൂടി പൈനാപ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് എല്ലാവരും പൈനാപ്പിൾ തള്ളിക്കളയരുത്. ഈ വർഷക്കാലത്ത് ഇഷ്ടംപോലെ പൈനാപ്പിളുള്ള സീസണാണ്. ഇഷ്ടംപോലെ പൈനാപ്പിൾ ഇതിൻ്റെ ദഹനത്തിന് ഏറ്റവും ബെസ്റ്റാണ് പൈനാപ്പിൾ. ഇപ്പം ഞാൻ 2 പാത്രത്തിൽ പൈനാപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് പൗഡറിൽ മുറിച്ച് വെച്ചിട്ട് ഞാൻ ഒന്നില്ല എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ചാട്ട് മസാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കടകളിൽ നിന്നും കിട്ടും. ചാട്ട് മസാല എന്ന് പറഞ്ഞാൽ അത് കിട്ടും. അതിട്ടിട്ട് എന്ത് ചെയ്യണമെങ്കിൽ ഇതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഒരു ഫോർക്ക് കൊണ്ട് ഇളക്കി കൊടുത്തു. ചാട്ട് മസാല നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ല രസമാണ് ചാട്ട് മസാല. ഇത് നല്ല മണമാണ്. ഇനി ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കും, ഒരു ലേശം മുളക് പൊടി ഇട്ടു, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പിട്ടു. ഒരു തരി ഉപ്പ്, അധികം ഉപ്പ് ഇടണ്ട കേട്ടോ, ഒരു നുള്ളു ഉപ്പിടുക. ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ചു. മാമ്പഴമൊക്കെ തിന്നുന്ന പോലെ ഇത് തിന്നാൻ വളരെ രസമുണ്ട്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഇനി ഇത് പൈനാപ്പിളായി. രണ്ടും നല്ലതാണ്. ഏതാണ് ടേസ്റ്റ് കൂടുതലെന്ന് നമുക്ക് നോക്കാം. നോക്കും ഭയങ്കര ടേസ്റ്റാണ്. അതായത് മാമ്പഴത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിൾ ഉപ്പും മുളകും ഇടുമ്പോൾ. അതിലൊരു ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണമല്ലോ. ചാട്ട് മസാല പോകട്ടെ, നല്ലോണം ഇളക്കണം കേട്ടോ. ചാട്ട് മസാല ഇട്ടു, ഇതാ ഒരു പീസ് എടുത്തു കഴിക്കാം. ഇത് നോക്കൂ, ചാട്ട് മസാല ഇട്ടു. രണ്ടും ഈക്വലി കൂട്ടാം. എന്താ കാരണം, ചാട്ട് മസാലയും ഒപ്പം നിൽക്കും, ഇത് പക്ഷേ ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് എനിക്ക് മുളകും ഉപ്പ് ഇട്ടു. അതിന് കുറച്ച് ഡിഫറൻസ് തോന്നുന്നു, ഇത്തിരി നന്നായി തോന്നുന്നുണ്ട്. രണ്ടും വെവ്വേറെയുള്ള ടേസ്റ്റുകളാണ്. അതുകൊണ്ട് എല്ലാവരും നോക്കും. പലതരം ടേസ്റ്റുകളിലാക്കി തിന്നാൽ എല്ലാവരും തിന്നാൽ. രാത്രി ഒരു പീസ് കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ്. ഷുഗർ പേഷ്യൻസിന് ഒരു പീസ് കഴിക്കാം, പക്ഷെ അധികം പഴുത്തത് കഴിക്കരുത്.